ഈ വഴി കടന്നു വരുന്നു. പിന്തുണയ്ക്കൂ, കണ്ണിച്ചേരൂ, വിജയിപ്പിക്കൂ. സമരയാത്രയെ പിന്തുണയ്ക്കുവാൻ ജനാധിപത്യ വിശ്വാസ നേതൃത്വം ഞങ്ങൾ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. തൊഴിലാളികളെ യഥേഷ്ടം ചൂഷണം ചെയ്യുവാൻ ലക്ഷ്യമിടുന്നവരിൽ ഉൾക്കിരണം സൃഷ്ടിച്ചുകൊണ്ട് തൊഴിലാളി വിരുദ്ധ സർക്കാരിന് താക്കീത് നൽകിക്കൊണ്ട് പണിയെടുക്കുന്നവരുടെ ആത്മാഭിമാനം ഉയർത്തിക്കൊണ്ട് വ്യാപക സമരയാത്ര സാഹചര്യങ്ങളിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് 16 ജില്ലകളിൽ കിടന്ന് പ്രമുഖ കേരളത്തിന്റെ അകമഴിഞ്ഞ പിന്തുണയോടെ വ്യാപക സമരയാത്ര മുന്നേറ്റത്തിന് വഴിതെളിച്ചു. ഞങ്ങളുടെ നെഞ്ചിൽ അഗ്നി പടർത്തി, അഭിമാനത്തിൻ അഗ്നി പടർത്തി, അഭിമാനത്തിൻ അഗ്നി പടർത്തി, അവകാശത്തിൻ ജ്വാലയുയർത്തി, അവകാശത്തിൻ ജ്വാലയുയർത്തി കേരളമാണ്. എന്തു ചോദിക്കലും പിന്നെയും പൊന്തയില്ലോ മറന്നോന്തിനെ എന്തിനെ കാണുന്ന മറന്നോന്തിനെ എങ്ങനെ വീണയുമായ മനസ്സിന്റെ താമര ഓടിയുണർന്നവനെ വീണീക്കില്ലേ നിന്റെ വേദനോട് ചൊല്ലുകില്ലേ ഒന്നില്ലേ. അടുത്ത ഗാനം സംഗീത ചരിത്രത്തിലെ ഇതിഹാസ ഗായകനായ SP ബാലസുബ്രഹ്മണ്യം എന്ന പ്രിയപ്പെട്ട ഗായകൻ പാടിയ മലയാളത്തിന്റെ മഹാനായ കവി വയലാർ രാമവർമ്മ എന്നെ പ്രിയപ്പെട്ട അച്ഛൻ എഴുതിയ ഗാനം. ഞാൻ അച്ഛനെന്ന് പറയാൻ കാര്യം മറ്റൊന്നുമില്ല, 22 വർഷം മുമ്പാണ് വയലാർ എന്ന മഹാകവിയുടെ വീട്ടിലേക്ക് എന്റെ 5ാമത്തെ മകനായിട്ട് അംഗീകരിച്ചത്. എന്റെ പ്രിയപ്പെട്ട അമ്മ ഭാരതി തമ്പുരാട്ടി എന്നിട്ടിരിക്കുന്ന പേരാണ് മനു വർമ്മ. അപ്പൊ ആ വീട്ടിൽ എനിക്ക് 3 സഹോദരിമാരാണ്, ഇന്ദുലേഖ, യമുന, സിന്ധു. എന്റെ മൂത്ത ജ്യേഷ്ഠൻ വയലാർ ശരചന്ദ്ര വർമ്മ. 2015 10 വർഷം മുമ്പ് അച്ഛന്റെ 40ാം ചരമവാർഷിക ദിനത്തിൽ അച്ഛന്റെ മണ്ഡപത്തിൽ വെച്ച് എന്റെ അമ്മയും ചേട്ടനും സഹോദരിമാരും എന്നെ അണിയിച്ചതാണ് വയലാർ എഴുതിയ ഈ ഒരു പവന്റെ മോതിരം. പ്രിയപ്പെട്ടവരെ, 2016 വയലാർ അച്ഛന്റെ 101 പാട്ടുകൾ 10 മണിക്കൂർ ബൈഹാർട്ട് പാടി എന്റെ 6ാമത്തെ റെക്കോർഡ്. SP ബാലസുബ്രഹ്മണ്യം എന്ന പ്രിയപ്പെട്ട ഗായകൻ ആദ്യമായി മലയാളത്തിൽ പാടിയ ഒരു മഹത്തായ ഗാനമാണ് ഈ കടലും മറുകടലും ഭൂമിയും മാനവും കടന്ന്
7 14 ലോകങ്ങൾ കാണാൻ ഇവിടുന്ന് പോണവരെ എന്നാരംഭിക്കുന്ന ഗാനം. കടൽപ്പാലം എന്ന ചിത്രത്തിനു വേണ്ടി വയലാറച്ചന്റെ വരികൾക്ക് ദേവരാജൻ മാസ്റ്ററുടെ സംഗീതത്തിൽ SP ബാലസുബ്രഹ്മണ്യം എന്ന പ്രിയപ്പെട്ട ഗായകൻ പാടി മലയാളത്തിന്റെ നിത്യകരുന്ന നായകൻ പ്രേം നസീർ സാർ മുരളീധരൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചൊരു ചിത്രം. മലയാളത്തിന് ആ ചരിത്രമുറങ്ങുന്ന ഗാനം സമ്മതിക്കുന്നു. കൊച്ചി നഗരസഭയിലെ ജനപ്രതിനിധികൾ, പ്രിയപ്പെട്ട ശ്രീ മനു ജേക്കബ്, ശ്രീമതി പത്മജ എസ് മേനൻ, ശ്രീമതി കാജൽ സലീം, മറ്റ് ഇവിടെ സന്നിഹിതരായിട്ടുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ, വിവിധ ട്രേഡ് യൂണിയൻ സംഘടനകളുടെ, വിവിധ സാംസ്കാരിക സാമൂഹ്യ സംഘടനകളിലെ പ്രതിനിധികളെ, പ്രിയപ്പെട്ട കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ ഈ സമര സമ്മേളനത്തിന് സംസ്ഥാനത്തെമ്പാടും നേതൃത്വം കൊടുക്കുന്ന, പ്രിയപ്പെട്ട സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന നേതാക്കന്മാരെ, എറണാകുളം നഗരത്തിലേക്ക്, കേരളത്തിന്റെ വ്യാവസായിക തലസ്ഥാനത്തിലേക്ക് ഈ സമര സമ്മേളനത്തിന് പിന്തുണ അർപ്പിച്ചെത്തിച്ചേർന്നിട്ടുള്ള ജനാധിപത്യ വിശ്വാസികളെ, സഹോദരി സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, എല്ലാ പ്രതികൂലമായ കാലാവസ്ഥകളെയും അതിജീവിച്ചുകൊണ്ടാണ് 107 ദിവസങ്ങൾ പിന്നിടുന്ന കേരളത്തിന്റെ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ ആരംഭിച്ച ഈ സമരം ഇന്ന് ഹൈക്കോടതി ജംഗ്ഷനിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. എല്ലാ പ്രതികൂലമായ കാലാവസ്ഥയും അതിജീവിച്ച് അതികഠിനമായ മഴയെ വെല്ലുവിളിച്ചുകൊണ്ടാണ് നിങ്ങൾ ഇന്ന് ഈ രാപ്പകൽ സമരവേദിയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. നിങ്ങൾ ഈ സമരത്തിന് എത്തിച്ചേരുമ്പോ നിങ്ങളുടെ കുടുംബാംഗങ്ങൾ, ഈ സമരത്തിൽ മുഴുവൻ സമയം അണിചേരുന്ന ആളുകൾ, കേരളത്തിലെ ഒരുപാട് പ്രാർത്ഥനയർപ്പിക്കുന്ന, പിന്തുണയർപ്പിക്കുന്ന ഒരുപാട് സുമനസ്സുകളായിട്ടുള്ള ആളുകൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് കേരളത്തിൽ നടത്തുന്ന ഈ ന്യായമായ സമരത്തിന് ഒരവസാനം ഉണ്ടാകണം എന്നുള്ളതാണ്. എന്നെ ഈ സമരവുമായി ബന്ധപ്പെട്ട് എന്റെ പ്രിയ സ്നേഹിതൻ, വിദ്യാർത്ഥി കാലഘട്ടം മുതൽ ഏറെ അടുപ്പമുള്ള ശ്രീ സാൽവിൻ ഇതുമായി ബന്ധപ്പെട്ട് വിളിച്ചപ്പോൾ അദ്ദേഹവും സഹധർമ്മിണിയുമായി വീട്ടിൽ വന്ന് ഇതിന്റെ കാര്യങ്ങൾ വിശദീകരിച്ചപ്പോൾ ഇന്ത്യൻ പാർലമെന്റിൽ ഇന്ത്യയിലെ പാർലമെന്റ് അംഗങ്ങൾ ഒരേ ശബ്ദത്തിൽ ഒറ്റക്കെട്ടായി പറഞ്ഞ, പിന്തുണച്ച, സഭ സ്തംഭിപ്പിച്ച ഒരാവശ്യമായിരുന്നു ആശമാരുടെ ഈ സമരം അവസാനിപ്പിക്കണം, അവർക്ക് ന്യായമായ അവരുടെ അവകാശങ്ങൾ വാങ്ങിച്ചു കൊടുക്കണമെന്ന കാര്യം. ഒരു തയ്യാറെടുപ്പുകളുമില്ലാതെയാണ് ഈ സമരം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. കാരണം മഴ ഇത്രയും രൂക്ഷമാകുമെന്ന് നമ്മൾ ആരും കരുതിയില്ല. എനിക്ക് സമരത്തിന്റെ സംഘാടകരോട് പറയാനുള്ളത്, നിങ്ങളുടെ എല്ലാ പരിമിതികളും മനസ്സിലാക്കുന്ന ആളുകളാണ് ഞങ്ങൾ എല്ലാവരും. അതുകൊണ്ട് ഈ സമരം അവസാനിപ്പിച്ച് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് യാതൊരുവിധ കടബാധ്യതയും ഉണ്ടാകില്ല എന്ന് ഞാൻ ഉറപ്പു പറയാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. കാരണം ഒരുപാട് പ്രതിസന്ധികൾ, പല തരത്തിലുള്ള പ്രതിസന്ധികളെ അതിജീവിച്ചാണ് കേരളത്തിലെ ആളുകളുമായി സംവേദിക്കാൻ തെരുവ് നാടകത്തിന്റെ രൂപത്തിൽ, പാട്ടുകളുടെ രൂപത്തിലെല്ലാം
ഞാൻ ഇന്ന് കടന്നു വരുന്ന വഴിയിൽ മരട് ജംഗ്ഷനിൽ ഈ സമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പാട്ടുകൾ കേട്ടിട്ടാണ് കടന്നു വന്നത്. 232 രൂപ എന്ന ഏറ്റവും തുച്ഛമായ ഓണറേറിയം നൽകുന്ന, എന്നാൽ ഇന്ന് ഈ രാജ്യത്ത് തൊഴിലിന്റെ അവകാശത്തിന് വേണ്ടി നിയമങ്ങൾ നിലനിൽക്കുന്ന ഹെൽത്ത് വർക്കേഴ്സായിട്ട് നമ്മളെ അംഗീകരിക്കണമെന്ന ആവശ്യം ഇവിടെ CR സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിന്റെ ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ കാലഘട്ടത്തിൽ ന്യൂയോർക്ക് ടൈംസിലും അതുപോലെ തന്നെ ലോക മാധ്യമങ്ങളുടെ ശ്രദ്ധയിലെല്ലാം PR ഏജൻസികൾ വഴിയായി കേരള മോഡൽ എന്ന് അഭിമാനത്തോടുകൂടി ഉയർത്തിക്കാണിച്ച കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് ആശാ സമരത്തെ തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളതാണ് ഈ സമരത്തിന്റെ ഏറ്റവും ദൗർഭാഗ്യകരമായ സ്ഥിതിവിശേഷം. കേരളം ഒരുപാട് ഭരണാധികാരികളെ കണ്ടിട്ടുണ്ട്. ആ ഭരണാധികാരികളെല്ലാം കേരളം ഭരിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ കരളലിയിപ്പിക്കുന്ന ഒരു സമരത്തിൽ, മുടിമുറിച്ച് നടത്തിയ സമരത്തിൽ ക്രിയാത്മകമായി സിംബോളിക്കായി ഒരുപാട് പോരാട്ടങ്ങൾ നടത്തിയ ഈ സമരത്തിന് ധാർമ്മികമായ ഒരു പിന്തുണ പോലും കൊടുക്കാൻ കേരളത്തിന്റെ സർക്കാർ തയ്യാറായിട്ടില്ല എന്നുള്ളത് സാംസ്കാരിക കേരളത്തിന് വലിയ അപമാനമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഞാൻ വലിയൊരു പ്രസംഗം നടത്തുന്നില്ല. ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള വ്യത്യസ്തമാർന്ന ആശയങ്ങൾ പുലർത്തുന്ന ആളുകൾ ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. കേരളത്തിന്റെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും, ആ പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം ആരോഗ്യ പ്രവർത്തകർ എന്ന പേരിൽ കേരളത്തിലെ ആശാ വർക്കർമാർ നമ്മൾക്ക് വീടുകളിൽ നിന്ന് പുറത്തു പോകാൻ സാധിക്കാത്ത സമയത്ത് നമ്മുടെ വീടുകളിൽ ഭക്ഷണം എത്തിച്ചു തന്ന, നമ്മുടെ വീടുകളിൽ മരുന്ന് എത്തിച്ചു നൽകിയ ഈ ആശാ വർക്കർമാർ എന്ന് പറയുന്നത് കേരളത്തിന്റെ മഹാലാകമാരാണ് എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരുവിധ തർക്കവും സംശയവുമില്ല എന്ന് ഞാൻ അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുക. ആ കോവിഡ് വാരിയേഴ്സിന്റെ ഏറ്റവും മുന്നണിയിൽ നിന്ന് ആ കോവിഡ് പ്രതിസന്ധി ഘട്ടത്തിലും പ്രളയത്തിന്റെ കാലഘട്ടത്തിലും നിപ്പ വന്നപ്പോഴും എല്ലാം മാരകമായ ഒരുപാട് രോഗങ്ങൾ കേരളത്തിലെ കവർന്നു തിന്നപ്പോഴും എല്ലാം അവിടെയെല്ലാം യാതൊരു അടിസ്ഥാന സുരക്ഷിതത്വവുമില്ലാതെ കേരളത്തിന്റെ തെരുവോരങ്ങളിൽ നമ്മളെ സംരക്ഷിക്കാൻ നമ്മുടെ ഡോക്ടർമാരെ പോലെ, നമ്മുടെ നഴ്സുമാരെ പോലെ തന്നെ പ്രവർത്തിച്ച ആളുകളാണ് കേരളത്തിലെ ആശാ വർക്കർമാർ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആ ആശാ വർക്കർമാരുടെ ജീവനും ജീവനോപാധിയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ പോരാട്ടത്തിൽ ഞങ്ങൾ എല്ലാവരും ആ സമരത്തിന്റെ അവസാന ഘട്ടം വരെ കൂടെ ഉണ്ടാകുമെന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു, ഈ സമരം കേരളത്തിലെ ജനങ്ങളുടെ ജനപക്ഷ നിലപാടുകൾ സ്വീകരിക്കുന്ന ആളുകളുടെ സമരമാണ്. ആ സമരത്തിന് ഒരു സാങ്കേതികത്വവുമില്ല. ആ സമരം എന്ന് പറയുന്നത് ഡിഗ്നിറ്റി ഓഫ് ലേബർ. നിങ്ങൾ വിദേശ രാജ്യങ്ങളിൽ പോയാൽ അറിയാം, ഡിഗ്നിറ്റി ഓഫ് ലേബർ. നമ്മൾ ചെയ്യുന്ന ജോലി ഒരു ഓഫീസിൽ ഇരുന്ന് ചെയ്യുന്ന ജോലിയേക്കാൾ കൂടുതൽ ആരോഗ്യ പ്രവർത്തകര് അല്ലെങ്കിൽ ഇതുപോലെ സേവന സന്നദ്ധരായി മുന്നോട്ട് വരുന്ന ആളുകൾക്ക് ലഭിക്കും. അവർക്ക് സമൂഹം കൊടുക്കുന്ന അംഗീകാരം എന്ന് പറയുന്നത്, മാന്യത എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. അങ്ങനെ ആ ഡിഗ്നിറ്റി ഓഫ് ലേബർ ഇല്ലാതെ നമ്മളെ പുച്ഛിക്കുന്ന, നമ്മളെ പരിഹസിക്കുന്ന, നമ്മൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ സാധിക്കാത്ത ഒരു ഭരണകൂട ഭീകരതക്കെതിരെയുള്ള ഒരു വലിയ പോരാട്ടത്തിന്റെ, പ്രതികരണത്തിന്റെ, പ്രതിഷേധത്തിന്റെ, പ്രതിരോധത്തിന്റെ ഈ രാപ്പകൽ സമരത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും ഐക്യദാർഢ്യവും പ്രഖ്യാപിച്ച് ഇത് ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.